ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ക്യാമറ സെറ്റ് ചെയ്യണത്. കാരണം ഈ മുതലിനെയും കൂടെ കിട്ടിയിട്ട് വേണം എനിക്ക് ഇൻട്രോ എടുക്കാൻ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ വെച്ചു, അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് എണീറ്റ് അപ്പുറത്തോട്ട് പോയി കിടക്കും. പിന്നെ ഞാൻ ഇവിടെ വെച്ചു, അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് എണീറ്റ് വേറെ എങ്ങോട്ടെങ്കിലും പോയി കിടക്കും. സോ ഈ മുതൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ വേഗം ഇൻട്രോ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചു. സോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഡെയിലി വ്ളോഗ് പോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത്. ഇത് വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല, എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പെറ്റ് മോം. അപ്പോൾ ഈ ഒരു മുതലിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2.5 weeks ആവാറായി. ഇവന് 1 month ആവുന്നതേ ഉള്ളൂ. നമ്മൾ നിലമ്പൂരിൽ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ഇവനെ മേടിച്ചുകൊണ്ട് വന്നത്. അത് ബോർഡ് കണ്ട് ജസ്റ്റ് കെയർ ചെയ്യുവാണ്. കെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ കണ്ട് നല്ലപോലെ ഇഷ്ടമായി. അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീഡിയോ, എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പെറ്റ് മോം. ഇൻട്രോ പറയണതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവന് നമ്മൾ പേരിട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നതാണ്. ഷേരു എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഞാനാണ് പേരിട്ടത്. ഷേരു എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് അറിയായിരിക്കും, പണ്ടത്തെ നമ്മുടെ ബാലഭൂമിയിലുള്ള സൂത്രനും ഷേരുവും ഒരു കഥ ഉണ്ടായിരുന്നില്ലേ, അതിലെ ഷേരു. ഞാൻ സൂത്രനേക്കാളും ഷേരുവിൻ്റെ ഒരു ഫാനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പൂച്ചക്കുഞ്ഞിന് ഷേരു എന്ന് പേരിട്ടത്. ഷേരുവിനുള്ള പാല് തിളപ്പിക്കുകയാണ് ഞാൻ രാവിലെ തന്നെ. നമുക്ക് പലർക്കും അറിയാം, ക്യാറ്റ്സിനൊന്നും അങ്ങനെ ഒത്തിരി പാല് കൊടുക്കാൻ പാടില്ല, എസ്പെഷ്യലി പശുവും പാല് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇത് ചോദിച്ചപ്പോൾ ഇവൻ ജസ്റ്റ് ഇപ്പോൾ 1 month ആയതേ ഉള്ളൂ. അപ്പോൾ പാല് കുടിക്കുന്ന പ്രായമാണ്, പാല് കുടിക്കാൻ ഭയങ്കര കൊതിയനുമാണ്. സോ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് പാലാണെങ്കിൽ അതിൽ 3 ഗ്ലാസ് വെള്ളം, എത്ര പാലാണോ എടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ഒരു ചെറു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ അവന് ഫീഡ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇവനെ പുറത്ത് വിട്ട് കളിപ്പിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, എങ്ങാനും ഇനി പുറത്തേക്ക് നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ശീലമില്ലാത്ത പൂച്ചകൾക്ക് പിന്നെ തിരിച്ച് വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടി ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ പുറമേയൊക്കെ ആയിട്ടൊന്ന് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ, ഇപ്പം മഴക്കാലവും കൂടെയാണ്, അപ്പം മഴയില്ലാത്ത സമയമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരാഴ്ചയിൽ 2-3 ദിവസം ഇവനെ പുറത്ത് വിട്ട് കളിപ്പിക്കാറുണ്ട്. പുല്ല് തിന്നോ? എങ്ങോട്ടാ എങ്ങോട്ടാ? നമ്മളിവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു എങ്ങനെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യിക്കണം എന്നുള്ളത്. അതായത് നമ്മൾ പുറത്ത് വിട്ട് ശീലിപ്പിക്കണോ അതോ അകത്ത് തന്നെ ലിറ്റർ ബോക്സ് വെക്കണോ. പിന്നെ ഒരു മഴ സമയമാണല്ലോ, അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അകത്ത് തന്നെ വയ്ക്കാമെന്ന്. എൻ്റെ ഒരു ആഗ്രഹത്തിൽ പുറത്ത് പോയി കാര്യങ്ങളൊക്കെ സാധിച്ച് തിരിച്ചകത്തേക്ക് വരുന്നതായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷേ മഴയൊക്കെ കൺസിഡർ ചെയ്തും പൂച്ചയുടെ സേഫ്റ്റി കൺസിഡർ ചെയ്തും നമ്മൾ അകത്ത് ലിറ്റർ ബോക്സ് വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുമായിരുന്നു. ഇവൻ 100% ടോയ്ലറ്ററി ട്രെയിൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് മാക്സിമം ഒരു 80% പറയാൻ പറ്റുള്ളൂ. കാരണം ചില കോർണറുകളൊക്കെ കാണുമ്പോൾ ഇവൻ അവിടെ പോയിട്ട് യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ നമ്മൾ അപ്പം തന്നെ എടുത്ത് ലിറ്റർ ബോക്സിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവൻ അവിടെ പോയിക്കോളും. അല്ലാതെ നമ്മൾ കുറച്ച് ഇപ്പോൾ ചെറിയ പ്രായം കൂടെ അല്ല, ഇൻഫാൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വേറെ എവിടെയെങ്കിലും യൂറിനേറ്റ് ചെയ്യുന്നുണ്ടോ പൂപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൂച്ചേനെ വളർത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം വരുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനാണ്. അപ്പോൾ ഞാൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ ഓരോ യൂട്യൂബ് ട്യൂട്ടോറിയൽസും അതും ഇതൊക്കെ കണ്ടിട്ടാണ് ഇവനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൂച്ചകൾ ലിറ്റർ ബോക്സ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോശമായിട്ടുള്ള വൃത്തിയില്ലാത്ത ലിറ്റർ ബോക്സിലൊന്നും അവർ പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി 2 പ്രാവശ്യം ലിറ്റർ ബോക്സ് ക്ലീൻ ചെയ്യാറുണ്ട്. അതാണ് നമുക്കും നല്ലത്, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റെന്താ പറയുക, ഈ വയറിൻ്റെ ഡൈജഷനുള്ള മരുന്നും എന്താ പറയുക ഒരു വിരക്കുള്ള മരുന്ന് ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ കൊടുത്ത സമയത്തോട്ട് ഇപ്പം ഭയങ്കരമായിട്ട് യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസായിട്ട്. അതെ, ഒരു 5 മിനിറ്റിൻ്റെ കൂടുമ്പോഴത്തേക്കും ഒരുപാടൊന്നും ഇല്ല, ഇത്ര തുള്ളിത്തുള്ളി ഉള്ളൂ, എന്നാലും
പിന്നെ എപ്പോഴും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഇന്നലെ വയ്യാണ്ടായിട്ട് ഷേരുവിനെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കുറച്ച് മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മരുന്ന് കൊടുത്തതിന് ശേഷം അവനിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറിനെ വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്തതാണ്. അങ്ങനെ ഇതാ ഞാൻ സക്സസ്ഫുള്ളി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും ഒരു ഉറക്കം മൂഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് കാര്യമായിട്ടുള്ള വേറെ ഒന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുപോലെ ഇന്നത്തെ ദിവസം ചില്ല് ചെയ്ത് ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ തീർക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓടാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കും കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം വേണമല്ലോ. അപ്പോൾ എൻ്റെത് ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. പൂച്ചകൾക്കൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ടിയേഴ്സ് വന്നിട്ട് അതിൻ്റെ സ്റ്റെയിൻ ഇങ്ങനെ കണ്ണിന് ചുറ്റും മൂക്കിലൊക്കെ ഇങ്ങനെ ഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഷേരുവിനത് നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് തുടച്ചാണ് ഇങ്ങനെ അത് കുറേയൊക്കെ പോയത്. അവനാണെങ്കിൽ പിന്നെ സഹകരിക്കുന്ന ഒരാളുമല്ല. അപ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യണം. നല്ലപോലെ അമർത്തി തുടച്ചാലും വേദനിക്കും. കാരണം അത് ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ആയിട്ട് ആ രോമത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ ഒരു ബഡ്സ് എടുത്തിട്ട് കണ്ണിങ്ങനെ തുടച്ചു കൊടുക്കും. അതാകുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വൺ മന്ത് ഓൾഡ് ആയിട്ടുള്ള കിറ്റൻസൊക്കെ സാധാരണ 2 to 3 hours ഫുഡ് കഴിക്കുക. ഷേരും അതുപോലെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ 3.5 hours ഫുഡ് കഴിക്കുക. രാവിലെയും നേരത്തെ ഉറങ്ങിയില്ല. അതിന് തൊട്ട് മുന്നേ ഞാൻ ഇതേ ഫുഡ് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഓഫ് ക്യാറ്റ്സിൻ്റെ ഡ്രൈ ഫുഡ്സ് മിക്സ് ചെയ്ത സാധനമാണ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞത് വെറ്റ് പ്രോ, പിന്നെ രണ്ടാമത്തത് ഇത് ഞാൻ ഡ്രൂൾസിൻ്റെ കുപ്പിയിലാക്കി ഇട്ടിരിക്കുന്നതാണ്. മിയാവിൻ്റെ സ്റ്റാർ ആയിട്ട് വരുന്ന ക്യാറ്റ് ഡ്രൈ ഫുഡാണിത്. അതായത് ഇൻഫാൻസിനുള്ളത്. ഇത് രണ്ടും കൂടി
മിക്സ് ആക്കിയിട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. മിയാവിൻ്റെ സാധാരണ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാറ്റ്സിന് കിഡ്നി ഡിസീസൊക്കെ വരുന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞത് വെറ്റ് പ്രോയുടെ കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ക്യാറ്റിനായാലും ഡോഗ്സിനായാലും നമ്മൾ പെട്ടെന്ന് പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വയറിന് അസ്വസ്ഥതകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വെറ്റ്പ്രോയുടേത് പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇപ്പം വെറ്റ്പ്രോയുടെയും അതുപോലെ മിയോവിൻ്റെയും കൂടെ ഒരു മിക്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മെല്ലെ മെല്ലെ മിയോ നമ്മൾ അളവ് കുറച്ച് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് വെറ്റ്പ്രോയിലോട്ട് സ്വിച്ച് ചെയ്യും. എനിക്കാണെങ്കിൽ വൃത്തിയുടെ അസുഖം കുറച്ച് കൂടുതലാണ്. മാത്രമല്ല ഷേരു നമ്മുടെ ബെഡിലൊക്കെ കയറിയിരിക്കുന്ന ഒരു സ്ഥിതിക്ക് ഞാൻ എപ്പോഴും അവൻ്റെ ദേഹം മാക്സിമം ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അവനും ക്ലീനാക്കും, കൂടെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലും ക്ലീനാക്കും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ടി പെറ്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പെറ്റ് വൈപ്സ് ആണ്. അത് ആപ്പിൾ ഫ്ലേവർ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള സ്മെല്ല് അങ്ങനെ ഒരു ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും ഇല്ല. വലിയ മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ മെച്ചമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ബട്ട് അത് വാങ്ങിച്ച സ്ഥിതിക്ക് ഒരു പാക്കറ്റിൽ 100 വൈപ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് തീർത്തിട്ട് നമ്മൾ വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ഫില്ലറിൽ ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത് സൈമോ പെറ്റ് എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് കേട്ടോ. മറ്റാരുടെ അല്ല, നമ്മുടെ ഷേരുവിൻ്റെ തന്നെ മെഡിസിനാണ്. ഇവന് കഴിഞ്ഞ ദിവസം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഡൈജഷനൊക്കെ ഒന്ന് നോർമലായി, ഗ്യാസൊക്കെ പോയി, വയറൊക്കെ ഒന്ന് അടിപൊളിയാവാനായിട്ട്. ഇത് ഇവനെ കൊണ്ട് കുടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഡെയിലി 0.2 ml വീതം 2 നേരമാണ് നമുക്ക് ഇവന് കൊടുക്കാനുള്ളത്. കിട്ടിയ കീബോർഡ് അതായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പെറ്റ് മോം. ഇതെന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം? എടാ ഞാൻ കുറേ നാളായില്ലേ എടുത്തിട്ട് ഇങ്ങനെ, അതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. സോ അതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പെറ്റ് മോം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഒരിക്കലും ഒരു ക്യാറ്റിനെ എടുത്ത് വളർത്തും എന്നൊന്നും വിചാരിച്ച ഒരാളല്ല. ബട്ട് കറന്റ്ലി ഐ ആം റിയലി എൻജോയിങ് ദാറ്റ്. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എ ക്യാറ്റ്, ഹാവ് വൺ, ഹാവ് ഫൺ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.